ഓക്കെ, ആദ്യത്തെ ഒബ്ജക്റ്റീവ് ജസ്റ്റിസ്. ഓക്കെ, നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എന്താണ്? നീതി അല്ലേ? അപ്പം തന്നെ നമുക്ക് കത്തും എന്താണ് നീതി? സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി അല്ലേ? ഓക്കെ അല്ലേ? സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി. സാമൂഹിക നീതി എന്ന് പറഞ്ഞാൽ ഈക്വൽ ട്രീറ്റ്മെൻറ്റ്. സോ യാതൊരു സാമൂഹിക വ്യത്യാസവുമില്ലാതെ ഒരുപോലെ കൈകാര്യം ചെയ്യുന്നു. ഇപ്പം ഒരു ക്ലാസ് മുറി എടുക്കുക, അവിടെ ഇന്ന ജാതിയിലെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഇന്ന റീജിയണിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റൂ, അങ്ങനെ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ, നമ്മളൊക്കെ ആധുനികമായ സ്വാതന്ത്ര്യാനന്തര രാജ്യത്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ അതാണ് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് അല്ലേ? ഇനി എക്കണോമിക്, സാമ്പത്തികമായ നമ്മൾ വ്യത്യാസം അനുഭവിക്കാത്തൊരു സ്ഥലം നല്ല ഉദാഹരണമാണ് ഒരു സർക്കാർ ആശുപത്രി. അവിടെ ചെന്ന് കഴിയുമ്പോൾ 5 അല്ലെ 10 രൂപയ്ക്ക് ഒരു OP ടിക്കറ്റ്, എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഞാനൊരു ധനികനാണെങ്കിലും അല്ലെങ്കിലും, ഓക്കെ, നമ്മളെല്ലാവരും അവിടെ അതെടുത്താണ് നിൽക്കുന്നത്. ക്യൂ നിൽക്കണം, ടോക്കൺ വിളിക്കുന്നതനുസരിച്ച് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എന്താണ്? നോൺ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ എക്കണോമിക് ഫാക്ടേഴ്സ്. ഓക്കെ അല്ലേ? ഇനി പൊളിറ്റിക്കൽ പറഞ്ഞു, നമ്മൾ വീണ്ടും പറയുന്ന കാര്യമാണ്. എന്താണ്? ഈക്വൽ പൊളിറ്റിക്കൽ റൈറ്റ്സ്. എനിക്കൊരു വോട്ടേ ഉള്ളൂ അല്ലേ? അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഒരു വോട്ടേ ഉള്ളൂ. ഈക്വൽ ആക്സസ് ടു പൊളിറ്റിക്കൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രധാനമന്ത്രി ആവാം, എനിക്കൊരു MLA ആവാം, മറ്റൊരാൾക്കുമാകാം. ഓക്കെ, അതിനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് ഒക്കെ വേറെ ടോപ്പിക്കാണ്, അത് ഞാൻ വിശദമായിട്ട് പറയാം കേട്ടോ. പിന്നെ ഈക്വൽ വോയിസ് ഇൻ ദ ഗവൺമെൻറ്. ആ ഈക്വൽ വോയിസ് ആണ് നമ്മുടെ പ്രതിനിധികൾ. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് പറഞ്ഞത്? റെപ്രസെൻറ്റേറ്റീവ് പാർലമെന്റ് എന്ന് പറഞ്ഞത് അല്ലേ? എൻ്റെ ശബ്ദമാണ് പാർലമെന്റിൽ, ഞാൻ തിരഞ്ഞെടുത്തു വിട്ട എൻ്റെ ശബ്ദമാണ് പാർലമെന്റിൽ. ഓക്കെ, അതാണ് ഈക്വൽ വോയിസ് എന്ന് പറയുന്നത്. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്, ഈ വാക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ കണ്ട സോഷ്യൽ എക്കണോമിക് ജസ്റ്റിസ് ചേർന്നുള്ളതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്. എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്? നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, എന്നാലും കൃത്യമായൊരു ഉദാഹരണം ഞാൻ പറയാം. ടാക്സ്. എന്തിനാണ് ടാക്സ്? വരുമാനം കൂടുന്നതിനനുസരിച്ച് ഓരോ ടാക്സ് സ്ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓരോ ടാക്സ് സ്ലാബിലും ഓരോ ടാക്സ്, ഈ ടാക്സ് എല്ലാം സർക്കാർ ശേഖരിച്ച് പല പദ്ധതികളായിട്ട്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോഷൻ അഭിയാൻ സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്, പോഷൻ അഭിയാൻ അല്ലേ? അത് നമ്മൾ ടാക്സ് അടയ്ക്കുന്ന പൈസ, അതുകൊണ്ട് ന്യൂട്രീഷൻ, ആർക്ക് ന്യൂട്രീഷൻ? ഇപ്പോൾ അനീമിയ, അതുപോലെ തന്നെ പോഷകാഹാരക്കുറവുള്ള കുട്ടികൾക്കോ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് വനിതകൾക്ക് ഒക്കെ പോഷകാഹാരം നൽകുന്ന ഒരു പദ്ധതിയാണ്. ഓക്കെ, അതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ പൈസ കൊണ്ട് ഇല്ലാത്തവന് കൊടുത്ത്, ഡിസ്ട്രിബ്യൂട്ടീവ്. ഓക്കെ, നമ്മുടെ പൈസ കൊടുത്ത് ഇല്ലാത്തവനെ ഉയർത്തുക. ഓക്കെ, ഇതിന് ആർട്ടിക്കിൾ 39(b)യും (c)യും DPSP അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞത് എന്തായിരുന്നു? പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് മെറ്റീരിയൽ റിസോഴ്സസും വെൽത്തും ഒക്കെ ഉള്ള കാര്യം. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ജസ്റ്റിസ് എന്ന പദം, ഓക്കെ, ജസ്റ്റിസ് എന്ന പദം വന്നത് എവിടെ നിന്നാണ്? റഷ്യൻ റവല്യൂഷനിൽ നിന്നാണ് കേട്ടോ. നമ്മൾ മുന്നേ USSRന്റെ കാര്യം പറഞ്ഞു. എന്ത് പറഞ്ഞപ്പോഴാണ് USSRന്റെ കാര്യം പറഞ്ഞേ? കമ്മ്യൂണിസം അല്ലേ? കമ്മ്യൂണിസം പറഞ്ഞപ്പോൾ USSRന്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ റഷ്യൻ റവല്യൂഷനെ അടിസ്ഥാനമാക്കിയുള്ള വാക്കാണ് ജസ്റ്റിസ്. റഷ്യൻ റവല്യൂഷൻ വർഷം അറിയാലോ അല്ലേ? 1917. ഓക്കെ, ഇതൊക്കെ എക്സ്ട്രാ കാര്യങ്ങൾ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അറിയില്ലാത്തവർ കുറിച്ച് വെക്കണം കേട്ടോ. ഓക്കെ, ജസ്റ്റിസ്, നീതി. എങ്ങനെയുള്ള നീതി? സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയം. ഓക്കെ, കിട്ടിയല്ലോ. എക്സ്ട്രാ പറഞ്ഞത് ഓർത്തിരുന്നാണ് കേട്ടോ. ഓക്കെ, ഇനി ലിബർട്ടി. ലിബർട്ടി എന്നതിൻ്റെ മലയാളം ഉദാരത. ഓക്കെ, ഉദാരത. എന്താണ് ഉദാരമായൊരു രാജ്യം? ഉദാരമായൊരു രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒന്നിനും തടസ്സമില്ല.
അപ്പം അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് ഒറ്റയടിക്ക് വേണം നമുക്ക് പറയാം. അങ്ങനെയുള്ളൊരു സെറ്റപ്പ് ഇവിടെ ഇല്ല. ആബ്സെൻസ് ഓഫ് റിസ്ട്രെയിൻസ് ജനറൽ മീനിങ് ആണ് കേട്ടോ. ഉദാഹരണമായിട്ട് ഇപ്പം എനിക്ക് അതിൽ നടന്നു പോകാം, ഓക്കെ, എനിക്ക് ഈ ബസ്സിൽ കയറി അവിടെ ഇറങ്ങാം, ഓക്കെ, അപ്പോൾ റെസ്ട്രെയിൻസ് ഒന്നുമില്ല. ഇനി എന്തൊക്കെയുണ്ട്? അവസരങ്ങളുണ്ട്. എനിക്ക് വ്യക്തിപരമായി വികസിക്കാനുള്ള അവസരം, കോളേജിൽ പോകാം, പഠിക്കാം, തൊഴിൽ നേടാം, ഇതൊക്കെ ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റിനുള്ള അവസരങ്ങളാണ്. ഓക്കെ, എനിക്ക് ചിന്തിക്കാം, എനിക്ക് പ്രകടിപ്പിക്കാം, എനിക്ക് വിശ്വസിക്കാം, എനിക്ക് ആരാധിക്കാം, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യമാണല്ലോ. ഇതൊക്കെ നമ്മുടെ ലിബർട്ടിയുടെ ഭാഗമാണ്. ഓക്കെ, എന്ന് വെച്ച് ഇത് എല്ലാം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം കേട്ടോ. കാരണം നമ്മുടെ പരിധിക്കുള്ളിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. എന്ന് വെച്ചാൽ പൂർണ്ണമല്ല, ഡസ് നോട്ട് മീൻ ലൈസൻസ് ഓർ നോട്ട് ആബ്സല്യൂട്ട്. അത് കൃത്യമായിട്ട് പറഞ്ഞൊരു ഭാഗം നമ്മുടെ ഭരണഘടനയിലുണ്ട്. ഇപ്പോഴും പറയുന്നു, കണ്ടോ, ഇത് ഭരണഘടനയുടെ ആമുഖമാണെന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്ന വാക്കുകളാണിവ. കാരണം നമ്മൾ സോഷ്യലിസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴോ സോവറിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴോ പലതും ഭരണഘടനയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഭരണഘടനയുടെ ആമുഖമാണ് എന്ന് പറയുന്നതിന് വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഇതിനുമുണ്ടത്. കാരണം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ശ്രദ്ധിക്കുക. അതിൽ ആർട്ടിക്കിൾ 19, പ്രത്യേകിച്ച് 19, 25, 19 പറയുന്നത് എന്താണ്? ഫ്രീഡം ഓഫ് സ്പീച്ച്, എക്സ്പ്രഷൻ, മൂവ്മെൻറ്റ്, സെറ്റിൽമെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. 25 എന്താണ്? റിലീജിയനാണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, സ്പീച്ച്, എക്സ്പ്രഷൻ ഒക്കെ നടത്താം. എന്ന് വെച്ച് എന്താണ് ഇപ്പം അതിന് ലിമിറ്റേഷൻ ഉണ്ട്. ലിമിറ്റേഷൻ പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മുടെ സോവറിനിറ്റിയെ ബാധിക്കുന്നതോ നമ്മൾ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെ ബാധിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല. ഇനി 25 പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ആരാധന നടത്താം, പ്രവർത്തിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ എന്താണ്? നിർബന്ധിത മത പരിവർത്തനം പറ്റില്ല എന്ന് 25 കൃത്യമായി പറയുന്നത്. അതൊരു ലിബർട്ടിക്കുള്ള ലിമിറ്റേഷനാണ്. മനസ്സിലായോ? അതാണ് പറയുന്നത് ഭരണഘടനയുടെ ആമുഖമാണ് പ്രിയാമ്പിൾ. അപ്പോൾ ഭരണഘടനയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കണ്ടോ, ഇങ്ങനെ. അപ്പോൾ ലിബർട്ടി എന്നുള്ള ടേം ഓർത്തിരിക്കണം. എന്തും ചെയ്യാം, എന്നാൽ പരിധിയുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഈ ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രാറ്റേണിറ്റി 3 ടേമും നമ്മൾ ഭരണഘടനയിലേക്ക് എടുത്തിരിക്കുന്നത് പ്രിയാമ്പിളിൽ ഉണ്ടെന്ന് നമ്മൾ കണ്ടല്ലോ. എടുത്തിരിക്കുന്നത് ഫ്രഞ്ച് റെവല്യൂഷനാണ്. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഡേറ്റ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? മെയ് 5, 1789. ഓക്കെ, ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തും ചെയ്യാമെന്നാണെങ്കിൽ കൂടിയും അതിന് പരിധിയുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, മറ്റൊരുവൻ്റെ മൂക്കിൻ്റെ തുമ്പിൽ വരെയുള്ളൂ നമ്മുടെ പരിധി, മറ്റത് അയാളുടെ പരിധിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നത് മറ്റൊരാളുടെ അവകാശങ്ങളെ ഹനിച്ചിട്ടാവരുത്. അതാണ് ലിബർട്ടിയുടെ അർത്ഥവും പരിമിതിയും. ഓക്കെ, അതൊരു നല്ല പരിമിതിയാണ് കേട്ടോ. വ്യക്തമല്ലേ? അപ്പോൾ അടുത്ത കാര്യത്തിലേക്ക് പോകാം. തുല്യത. നമുക്കെല്ലാം അറിയാം എന്താണ് തുല്യത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സോഷ്യോ എക്കണോമിക് ഡെമോക്രസി പറഞ്ഞപ്പോഴും തുല്യതയാണെന്ന് പറഞ്ഞു, സോഷ്യലിസം പറഞ്ഞപ്പോഴും തുല്യതയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. ഓക്കെ, കണ്ടോ, പറഞ്ഞ കാര്യം തന്നെയാണ്. അഡിക്വേറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ്, ഓപ്പർച്യൂണിറ്റി. അത് സിവിക്ക്, പൊളിറ്റിക്കൽ, എക്കണോമിക്ക്. ഓക്കെ, സിവിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു 14, 15, 16, 17, 18 ഫണ്ടമെന്റൽ റൈറ്റ്സ്. എന്താണ്? റൈറ്റ് ടു ഇക്വാളിറ്റി, നോൺ ഡിസ്ക്രിമിനേഷൻ, എന്താണ്? ജോബ്. ആർട്ടിക്കിൾ 16 ജോബാണ് കേട്ടോ, ജോബായിട്ട് ബന്ധപ്പെട്ടാണ്. 17 അൺടച്ചബിലിറ്റി, അതായത് തൊട്ടുകൂടായ്മ, തൊട്ട് തീണ്ടായ്മ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പൊ ഗാന്ധിജിയുടെ ഹരിജൻ പ്രസ്ഥാനമൊക്കെ അൺടച്ചബിലിറ്റി മാറ്റാനുള്ളതായിരുന്നു അല്ലേ. അതിനെതിരെയുള്ള ആർട്ടിക്കിളാണ് 17. ഇതെന്താണ്? ഇത് ഇക്വാളിറ്റി ആണ്. ആരെയും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല, എല്ലാവരും ഒന്ന് തന്നെയാണ്. അതാണ് ഇക്വാലിറ്റി. 18 എന്താണ്? ടൈറ്റിൽസ്. മഹാരാജാവ് ഓഫ് എന്ന് പറഞ്ഞ അങ്ങനത്തെ ഹെറിറ്ററി ടൈറ്റിൽസ് ഒന്നും പറ്റില്ല, അത് തുല്യതയ്ക്കെതിരാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18. ഓക്കെ അല്ലേ? വ്യക്തമല്ലേ? ഇനി പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, അതായത് ഒരു വോട്ടർ പട്ടിക, മലയാളത്തിൽ പറഞ്ഞാൽ ഒരു വോട്ടർ പട്ടിക ഉണ്ടാവും. ഓക്കെ അല്ലേ? ആ വോട്ടർ പട്ടികയിൽ പ്രായപൂർത്തിയായ ഇന്ത്യക്കാരനായ വോട്ട് ചെയ്യാൻ എലിജിബിളായ ആൾക്കാരുടെ എല്ലാവരുടെയും പേര് അതിലുണ്ടാവും അല്ലേ. അതിൽ
ഒരാൾക്ക് ഒരു വോട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അതാണ് ഇലക്ടറൽ റോള്. അതുപോലെ തന്നെ അഡൽട്ട് സഫ്രേജ് ഞാൻ പറഞ്ഞു, 18 വയസ്സ് കഴിഞ്ഞ എലിജിബിൾ ആയിട്ടുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാം. അതാണ് അഡൽട്ട് സഫ്രേജ്. അങ്ങനെയുള്ള ആൾക്കാരുടെ പേര് വരുന്നതാണ് ഇലക്ടറൽ റോള്. വ്യക്തമാണല്ലോ. ഇതെല്ലാം ഇക്വാളിറ്റിയാണ് കേട്ടോ. ഞാനൊരു പോളിംഗ് ബൂത്തിൽ പോയി എനിക്ക് ഒരു വോട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. വീണ്ടും കയറി ചെയ്താൽ അത് കള്ള വോട്ടായി പോകും. ഓക്കെ അല്ലേ? വ്യക്തമായില്ലേ? ഓക്കെ. ഇനി എക്കണോമിക് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് DPSP അല്ലേ? DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണെന്ന് അറിയാമല്ലോ. ആർട്ടിക്കിൾ 39 കണ്ടോ? 39ന്റെ ബിയും സിയും ആണ് ഞാൻ മുന്നേ പറഞ്ഞത്. 39 ജനറലി വേറൊരു കാര്യമുണ്ട്, തുല്യത. ഇപ്പം കണ്ടോ, സെക്യൂർസ് ടു മെൻ ആൻഡ് വുമൻ ഈക്വൽ റൈറ്റ് ടു അഡിക്വേറ്റ് മീൻസ് ഓഫ് ലീവ് ആൻഡ് ഈക്വൽ പേ. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ BCCI ലോകത്തിൽ ആദ്യമായിട്ടൊരു ക്രിക്കറ്റ് അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് സ്ഥാപനം മെന്നിനും വുമനും ഈക്വൽ പേ കൊടുത്തു. ഈക്വൽ പേ ആണ് പറയുന്നത്. ഇത് ഉദാഹരണമല്ലേ? ഈക്വാലിറ്റിക്ക് ഉദാഹരണമല്ലേ? ഇപ്പം വ്യക്തമായില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അടുത്താണ് ഫ്രറ്റേണിറ്റി. ചുരുക്കി പറഞ്ഞാൽ അത്രേ ഉള്ളൂ, സാഹോദര്യം അല്ലെങ്കിൽ ഒറ്റക്കെട്ട് എന്നൊക്കെ പറയുന്ന ഒരു മാനസികാവസ്ഥയാണിത്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു കാര്യം, അത് മാനസികമാണ് അല്ലേ? എങ്ങനെ? ഞാനും മറ്റൊരു വ്യക്തിയും ഒരമ്മയിൽ നിന്ന് ജനിക്കണം എന്നില്ല അല്ലേ? അയാൾ എൻ്റെ സഹോദരൻ. നമ്മുടെ പ്രതിജ്ഞ എന്താണ്? എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ് എന്നല്ലേ? അതാണ് ഫ്രറ്റേണിറ്റി. ടെറിട്ടോറിയൽ ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണ്? നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭൂപടം ഓർക്കുക. അതിനുള്ളിൽ ജീവിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെല്ലാം സഹോദരന്മാരെന്നൊരു ഫീലിംഗ്. ഇത് നമുക്കിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ക്രിക്കറ്റ് കളി കാണുകയാണെന്ന് വെച്ചു, വേൾഡ് കപ്പ് ആയിക്കോട്ടെ, നമ്മൾ അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒരേ ഫീലായിരിക്കും. എന്തായിരിക്കും? ഇന്ത്യ ജയിക്കണം അല്ലേ? അവിടെ നമ്മൾ ഇന്ത്യക്കാരായി മാറി. അതാണ് ഫ്രറ്റേണിറ്റി. ഓക്കെ, വ്യക്തമല്ലേ? ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഓരോ ഇന്ത്യക്കാരനും അന്തസ് കൊടുക്കുന്നത്. ഓക്കെ, അന്തസ്സോടുകൂടി. ചുമ്മാ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി പോരാ, അന്തസ്സോടുകൂടി വേണം. ഓക്കെ അല്ലേ? ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഇത്രയുള്ള ഫ്രറ്റേണിറ്റി. അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടു? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. അപ്പോൾ ഇന്ത്യൻ സ്റ്റേറ്റ് എന്തൊക്കെയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ലക്ഷ്യം വെക്കുന്നത്? നീതി ഉറപ്പാക്കണം. ഓക്കെ, എങ്ങനത്തെ നീതി ഉറപ്പാക്കണം? സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി. ഓക്കെ, ഉദാരമായിരിക്കണം. ഇന്ത്യൻ ഭരണഘടന ഉദാരമായ അവകാശങ്ങൾ കൊടുക്കണം. ആർക്ക്? നമുക്ക്. അതെങ്ങനെയായിരിക്കണം? യാതൊരു പരിധിയും വെക്കാതെ, നമ്മുടെ ലിമിറ്റേഷനുള്ളിൽ നിന്ന് പരിധിയൊന്നുമില്ലാതെ പ്രവർത്തിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? അത് എങ്ങനെയായിരിക്കണം? തുല്യമായിരിക്കണം. ഇനി ഫ്രറ്റേണിറ്റി ഞാൻ പറഞ്ഞു, സാഹോദര്യം അല്ലേ? വേൾഡ് കപ്പിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? നമ്മൾ കളിയുടെ സമയത്ത് അല്ലെങ്കിൽ അല്ലാതെയോ നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണെന്നുള്ള ഫീല്. ഓക്കെ അല്ലേ? ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. ഇനി ഒരു പോയിന്റ് ഉണ്ട്, അത് ഞാൻ പറയാം. യൂണിയൻ ഓഫ് ട്രിനിറ്റി. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രാറ്റേണിറ്റി, ഇതിനെ മൂന്നിനെയും പറയുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനറലി പറയുന്നതാണ് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒന്ന് മറ്റൊന്നില്ലാതെ നിലനിൽക്കില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് മറ്റൊന്നില്ലാതെ നിലനിൽക്കില്ല, അതാണ് യൂണിയൻ ഓഫ് ട്രിനിറ്റി, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രാറ്റേണിറ്റി ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഈക്വാളിറ്റി എന്ന കൺസെപ്റ്റ് ഇവിടെ ഇല്ല എന്ന് വെച്ചോ. ഇക്വാളിറ്റി എന്നുള്ള കൺസെപ്റ്റ് ഇല്ലെങ്കിൽ എന്തായി? നമ്മൾ സാധാരണ ഒരു പഴഞ്ചൊല്ല് പറയുന്നത് അതാവും. എന്താണ്? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിടിച്ചുപറി, കൊള്ള ഒക്കെയുള്ള പരിപാടി നടത്തി ഒരാൾ മറ്റൊരാളിൽ നിന്ന് സമ്പാദിച്ചു കൂട്ടുകയും മറ്റൊരാൾ വീണ്ടും വീണ്ടും താഴേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഇക്വാളിറ്റി ഇല്ല. ഓക്കെ, എങ്ങനെ ഇക്വാളിറ്റി ഇല്ലാണ്ടാകുന്നു? ഇക്വാളിറ്റി ഇല്ലാണ്ടാകുമ്പോൾ ഇവൻ്റെ ലിബർട്ടി യൂസ് ചെയ്യാൻ തുടങ്ങും, മറ്റൊരാളുടെ അവകാശങ്ങളെ ഹനിച്ചു തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇക്വാളിറ്റി ഇല്ലാത്ത അവസ്ഥയിൽ ലിബർട്ടി, അതിന് വ്യത്യാസം വരുന്നു, ലിമിറ്റേഷൻ ഇല്ലാണ്ടാവുന്നു. അങ്ങനെ ഇക്വാളിറ്റിയും ലിമിറ്റേഷനും ലിബർട്ടിയും ഇല്ലാത്ത സമയത്ത്, ഇക്വാളിറ്റിയും ലിബർട്ടി ഇല്ലാത്ത സമയത്ത് എന്താവും? സാഹോദര്യം ഉണ്ടാവുമോ? ഇല്ല, നമ്മൾ പരസ്പരം ശത്രുക്കളായി മാറില്ലേ അല്ലേ?
അയാൾ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചാൽ നമ്മൾ ശത്രുക്കളായി മാറിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇക്വാളിറ്റി, ലിബർട്ടി, ഫ്രറ്റേണിറ്റി ഇത് മൂന്നും ഒരുമിച്ച് നിൽക്കണം. ഒന്നില്ലാതെ നിലനിൽപ്പില്ല. ഓക്കെ അല്ലേ. ഇത് മൂന്നും വന്നത് എവിടെ നിന്നാണ്? ഫ്രഞ്ച് റവല്യൂഷനാണ്. ഇതെന്താണ്? യൂണിയൻ ഓഫ് ട്രിനിറ്റിയാണ്. മറ്റൊരുത്തിൽ പറഞ്ഞാൽ ഇതെന്താണ്? ഭരണഘടനയിലെ ആമുഖത്തിൽ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നും ഇതുകൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? വ്യക്തമായില്ലേ? ഓക്കെ. ഇനി നമുക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ പ്രിയാമ്പിള്. ഭരണഘടനയുടെ ആമുഖമാണെന്ന് നമ്മൾ എടുത്ത് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു ചോദ്യം വരുന്നുണ്ട്, ഇത് ഭരണഘടനയുടെ ഭാഗമാണോ? ഭരണഘടനയുടെ ഭാഗമാണ്. ഇത് കാലാകാലങ്ങളായിട്ട് നിന്നൊരു ചർച്ചയായിരുന്നു കേട്ടോ. ഓക്കെ. അതിന് തുടക്കം കുറിച്ചത് നമ്മുടെ AK ഗോപാലൻ കേസാണ്. AK ഗോപാലൻ, AKG എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് അറിയാം അല്ലേ. AKGയെ കുറിച്ച് കുറച്ച് ഫാക്റ്റുകൾ ഇവിടെ പറയണമെന്നുണ്ട്. കാരണം അത് സ്ഥിരം ചോദ്യമാണ്, കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് സ്ഥിരം ചോദ്യമാണ്. ഒന്ന് നമുക്കറിയാം എന്താണ്, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു അല്ലേ. നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് എന്ന സ്ഥാപനം 1958 തൃശ്ശൂർ തുടങ്ങിയത് AKG ആയിരുന്നു. ഇനി വേറൊരു മേജർ ഫാക്റ്റ് ഉണ്ട് കേട്ടോ, അറിയാമോ ഇല്ലയെന്ന് എനിക്കറിയില്ല, എന്തായാലും ഞാൻ പറയാം. അതായത് നമ്മുടെ പാർലമെന്റിൽ അദ്ദേഹം 52 കാസർഗോഡ് നിന്ന് ജയിച്ച് പാർലമെന്റ് എത്തിയ വ്യക്തിയാണ്. അന്ന് നെഹ്റു മന്ത്രിസഭയ്ക്കെതിരെ നിന്നിരുന്ന പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം. ഇനി ഈ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, അദ്ദേഹം ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിച്ച് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. ഓപ്ഷൻസ് നോക്കുക. AKG ഉണ്ടെങ്കിൽ AKG ഓക്കെ, നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി AKG ഇല്ല എന്നുണ്ടെങ്കിൽ ആ ചോദ്യത്തിനകത്തൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ഓപ്പോസിഷൻ ലീഡറിനെ ഒഫീഷ്യലി അംഗീകരിച്ചത്, അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടെന്ന് ഒഫീഷ്യലി അംഗീകരിച്ചത് 969 കേട്ടോ. അന്ന് RS സിംഗ് ആണ് ആദ്യത്തെ പ്രതിപക്ഷ നേതാവായത്. ഓക്കെ. ഇത് ഒഫീഷ്യലി അംഗീകരിക്കുകയും 977 നിയമം മൂലം പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ AKGയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്രയും ഫാക്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. ഇനി ഈ കേസ് പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉദാരതയുമാണ്, ലിബർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. കണ്ടോ? അതായത് AKG കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട ആളായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ അദ്ദേഹം രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു എന്നും പറഞ്ഞ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തു, കരുതൽ തടങ്കലിൽ വെച്ചു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഉദാരതയെ പരിധിപ്പെടുത്തി എന്നായിരുന്നു കേസ്. ഓക്കെ. അപ്പം കേസിൻ്റെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇത് പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് പറയേണ്ടത്? ഓക്കെ. അന്ന് കോടതി പറഞ്ഞു ലിബർട്ടി പ്രിയാമ്പിളിൻ്റെ ഭാഗമാണ്, പ്രിയാമ്പിള് ഭരണഘടനയിലുണ്ട്, പക്ഷേ പ്രിയാമ്പിള് ഭരണഘടനയുടെ ഭാഗമല്ലെന്നാണ് കോടതി പറഞ്ഞത്. അപ്പോൾ ആദ്യകാലത്ത് അതായിരുന്നു, കാരണം സുപ്രീം കോടതിക്ക് എന്തും ഇന്റർപ്രറ്റ് ചെയ്യാം കേട്ടോ, അതിനുള്ള അധികാരമുണ്ട്. ഓക്കെ. പിന്നെ അടുത്ത കേസ് ബേറുബാറി യൂണിയൻ കേസ്. ഞാൻ ഈ കേസ് ഓൾറെഡി പറഞ്ഞു അല്ലേ. എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു? എന്നാലോചിക്ക്, സോവറിനിറ്റി അല്ലേ, സ്ഥലം കൊടുക്കുന്നത്, ഇന്ത്യയുടെ സ്ഥലം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കേസായിരുന്നു ബേറുബാറി യൂണിയൻ കേസ് അല്ലേ. അപ്പോൾ അന്നും കോടതി പറഞ്ഞ എന്താണ്? പ്രിയാമ്പിൾ നമ്മുടെ ഭരണഘടനയുടെ ഭാഗമല്ല. അന്ന് കോടതി പറഞ്ഞ എന്താണ്? അമേരിക്കൻ ലീഗൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന രീതിയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. എന്താണ്? അവർക്കും ഭരണഘടന ഉണ്ട്, അതിന് പ്രിയാമ്പിളും ഉണ്ട്, പക്ഷെ അത് ഭരണഘടനയുടെ ഭാഗമായിട്ട് അവർ അംഗീകരിക്കുന്നില്ല. സെയിം സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നു എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇപ്പോൾ പ്രിയാമ്പിൾ വായിക്കുമ്പോൾ ഭരണഘടന എഴുതിയവർ, നമ്മുടെ ഭരണഘടന കർത്താക്കളുടെ മനസ്സിൽ എന്തായിരുന്നു, അവരെന്തിനു വേണ്ടിയിട്ടാണ് ഇത് എഴുതിയത് എന്നൊരു വെളിച്ചം, ഓക്കെ, ആ ഒരു വെളിച്ചം കിട്ടുന്നത് എന്തായിരുന്നു? അത് പ്രിയാമ്പിളിൽ നിന്ന് കിട്ടുമെന്നുള്ളതാണ് കോടതിയുടെ ഒരു ഒബ്സർവേഷൻ, ഒരു നിരീക്ഷണം. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണേ. ആ നിരീക്ഷണത്തെ വെച്ച് നമുക്ക് പല അംബിഗ്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ്, ഓക്കെ, നമുക്ക് ഇതെന്താണ് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ
അവരുടെ മനസ്സിൽ എന്തായിരുന്നു, ആരുടെ മനസ്സിൽ, ഭരണഘടനാ കർത്താക്കളുടെ മനസ്സിൽ എന്തായിരുന്നു എന്ന് വിലയിരുത്തി മനസ്സിലാവാത്ത കാര്യത്തെ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ ഈ പ്രിയാമ്പിൾ ഉപകരിക്കുന്നു എന്നാണ് ബേരുബാരി യൂണിയൻ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു. അപ്പോൾ നോട്ട് എ പാർട്ട് എന്ന് പറഞ്ഞെങ്കിലും എന്തൊക്കെ പറഞ്ഞു? രണ്ട് കാര്യം പറഞ്ഞു. ഭരണഘടനാകർത്താക്കളുടെ മൈൻഡിലേക്കുള്ള വെളിച്ചമാണെന്നും പറഞ്ഞു, അത് വെച്ച് ഇൻ്റർപ്രിറ്റ് ചെയ്യാമെന്നും പറഞ്ഞു, അല്ലേ? ഈ രണ്ട് കാര്യം ഓർത്തിരുന്നോണേ. അപ്പോൾ ആദ്യത്തെ രണ്ട് കേസ് എന്താണ്? നോട്ട് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ അല്ലേ? വ്യക്തമല്ലേ? ഇനി മൂന്നാമത്തെ കേസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേസാണ്. ഇതിൻ്റെ ഡേറ്റ് അടക്കം ഓർത്തിരിക്കണം. ഏപ്രിൽ 24, 1973 കേട്ടോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കേശവാനന്ദ ഭാരതി നമ്മുടെ കാലടി ശങ്കരാചാര്യർ മഠത്തിലെ ഒരു വ്യക്തിയാണ്. അദ്ദേഹം 24th 25th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റുകളെ ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു കേസായിരുന്നു. സുപ്രീം കോടതിയുടെ അല്ല, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ചരിത്രത്തിൽ, സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ സുപ്രീം കോടതിയിൽ 13 ജഡ്ജികൾ ഇരുന്ന് അറ്റൻഡ് ചെയ്ത ഒരു വലിയ കേസായിരുന്നു. ഓക്കെ, അപ്പോൾ ഭരണഘടനയുടെ ഒരു സർവമാന ചിത്രത്തെയും ഈ കേസിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യത്തെ രണ്ട് കേസിൽ കണ്ടു, AK ഗോപാലൻ കേസിലും ബേരുബാരി യൂണിയൻ കേസിലും കണ്ടു. എന്താണ്? ഭരണഘടനയുടെ ഭാഗമല്ല. എന്ത്? പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമല്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, പക്ഷേ ഇതിൽ സുപ്രീം കോടതി ആ സ്റ്റാൻസ് തിരുത്തി. സുപ്രീം കോടതിക്ക് സ്റ്റാൻസ് തിരുത്താൻ കേട്ടോ, അതിനുള്ള അധികാരം കൊടുക്കുന്നുണ്ട്. ഒരു ആർട്ടിക്കിളുണ്ട്, ആർട്ടിക്കിൾ 137. ഓർത്തിരുന്നോണേ, 137. റിവ്യൂ ഇറ്റ്സ് ഓൺ ജഡ്ജ്മെന്റ് എന്നാണ് അതിൽ പറയുന്നത്. സുപ്രീം കോർട്ട് ക്യാൻ റിവ്യൂ ഇറ്റ്സ് ഓൺ ജഡ്ജ്മെന്റ്. ഓക്കെ അല്ലേ? ഓക്കെ, എന്തുകൊണ്ട് തിരുത്തി? എന്തുകൊണ്ടാണ് സുപ്രീം കോടതി സ്റ്റാൻസ് തിരുത്തിയത്? ഓക്കെ, പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുകൊണ്ട് തിരുത്തി? നമ്മൾ പറഞ്ഞ നേരത്തെ ഒരു കാര്യം, അതായത് എന്തിനേയും നമുക്ക് ഇൻ്റർപ്രിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു കാര്യം അങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഓക്കെ, അത് മാറ്റി നിർത്താൻ പറ്റുന്നതല്ല. ഇതിനെ വെച്ച് ഭരണഘടനയെ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഭരണഘടനയുടെ ഭാഗം തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു പുസ്തകം എടുക്കുന്നു, പുസ്തകത്തിൻ്റെ ആമുഖം വായിച്ചു നോക്കിയിട്ട് പുസ്തകത്തിൽ ഇന്നതാണ്, ഇന്ന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പുസ്തകത്തിൻ്റെ ഭാഗം തന്നെയാണെന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കേശവാനന്ദ ഭാരതി കേസിൽ അതുവരെ ഉണ്ടായിരുന്ന സ്റ്റാൻസ് തിരുത്തിക്കൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു. ഓക്കെ അല്ലേ? എന്നാൽ പ്രിയാമ്പിള് അടിസ്ഥാന സ്ട്രക്ചറിന്റെ ഭാഗമല്ല. മനസ്സിലായല്ലോ? വ്യക്തമാണല്ലോ? ഭരണഘടനയുടെ ഭാഗമാണ്, പക്ഷേ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമല്ല. ഓക്കെ, എന്നാൽ അതിൽ ബേസിക് സ്ട്രക്ചർ ഉണ്ട്. ഇത് ഭയങ്കര കുഴപ്പിക്കുന്ന ഒരു കേസാണ്. ഞാൻ വീണ്ടും പറയാം, ഭരണഘടനയിലെ അടിസ്ഥാന ഘടകമല്ല പ്രിയാമ്പിൾ, എന്നാൽ അതിൽ അടിസ്ഥാന ഘടകമുണ്ടോ? ഉണ്ട്. അത്രയും വ്യക്തമാണല്ലോ? അടിസ്ഥാന ഘടകം ഉള്ളത് കൊണ്ട് തന്നെ അതെന്താണ്? ഭരണഘടനയുടെ ഭാഗമാണ്. വ്യക്തമാണല്ലോ? ഇപ്പം വ്യക്തമായില്ലേ? ഓക്കെ, ഇനി ഈ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന കാര്യം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് കേശവാനന്ദ ഭാരതി കേസിലാണ് സുപ്രീം കോടതി പറഞ്ഞതെങ്കിലും ഇത് 969 ഒരു സജ്ജൻ സിംഗ് കേസുണ്ട്. സജ്ജൻ സിംഗ് കേസ് അത് ശരിക്കും 17th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റിനെ ചലഞ്ച് ചെയ്തിട്ടുള്ള ഒരു കേസായിരുന്നു. അതിൽ ജസ്റ്റിസ് മധോൾക്കർ അദ്ദേഹമാണ് ഈ ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തത് കേട്ടോ. പക്ഷേ സുപ്രീം കോടതി മൊത്തത്തിൽ ഈ ഡോക്ടറേയും പറഞ്ഞു വെച്ചത് കേശവാനന്ദ ഭാരതി കേസിലാണ്. ഇത് തമ്മിൽ മാറിപ്പോകരുത്. ഇത് റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് റിപ്പീറ്റ് കേൾക്കുക, ഒരു 2-3 തവണ കേട്ട് ക്ലാരിറ്റി വരുത്തുക കേട്ടോ, മാറിപ്പോകരുത്. ഓക്കെ അല്ലേ? നമ്മൾ ഈ കേശവാനന്ദ ഭാരതി കേസുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വ്യക്തി ആദ്യമേ പറഞ്ഞായിരുന്നു. ആരാണ്? NA പൽക്കിവാല. ഓക്കെ അല്ലേ? അദ്ദേഹം എന്താണ് പ്രിയാമ്പിൾ എന്താണെന്നാണ് പറഞ്ഞത്? ഓർക്കുന്നുണ്ടോ? ഐഡന്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ആര് പറഞ്ഞത്? NA പൽക്കിവാല പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇനി ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമാണോ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് കാണുന്നത്. മറന്നു പോകരുത് കേട്ടോ.
അപ്പോൾ അല്ല എന്ന് പറഞ്ഞിടത്തുനിന്ന് ആണ് എന്ന് പറഞ്ഞ് തിരുത്തൽ കണ്ടു. പിന്നെ അത് കാലാകാലങ്ങളായിട്ട് അത് തുടരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അതിന് ഉദാഹരണമാണ് SR ബൊമ്മൈ കേസ്. 94 സുപ്രീം കോടതി പറഞ്ഞു പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമാണ്. ഈ കേസിൻ്റെയൊക്കെ വർഷം ഓർത്തിരുന്നണം കേട്ടോ. കാരണം ഇത് ക്രൊണോളജി ആയിട്ടോ അല്ലെങ്കിൽ ടേബിൾ ആയിട്ടോ ഒക്കെ ചോദിക്കാം. ഓക്കെ, SR ബൊമ്മൈ കേസിലും പറഞ്ഞു, LIC കേസിലും പ്രിയാമ്പിൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഇൻ്റഗ്രൽ പാർട്ടാണെന്ന് തന്നെ സുപ്രീം കോടതി വിധിച്ചു. ഇപ്പോഴും അത് തന്നെയാണ്, അതിനകത്തൊരു മാറ്റവും ഇല്ല, ഒരു കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ വേറൊരു നോട്ടുണ്ട്. ഇത് കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞാണ് കേട്ടോ. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഭാഗമാണ്. ഓക്കെ, പക്ഷേ പ്രിയാമ്പിൾ ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമല്ല. ഓക്കെ, പക്ഷേ പ്രിയാമ്പിളിൽ ബേസിക് സ്ട്രക്ചറിൻ്റെ എലമെൻസ് ഉണ്ട്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത കാര്യം, ഇനി ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ നിയമവ്യവസ്ഥിതി. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നിയമസഭ, നിയമം ഉണ്ടാക്കുന്ന സഭ, അതിന് ഒരു അധികാരത്തിന് സോഴ്സുമല്ല, അതിൻ്റെ അധികാരത്തെ തടയുന്നുമില്ല. ഓക്കെ, ഇത് കോടതി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം നമുക്ക് മൗലിക അവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ കോടതിയിൽ ചെന്ന് അത് ചോദിച്ചു വാങ്ങിക്കാം അല്ലേ? ഇപ്പം ഹേബിയസ് കോർപ്പസ്. ഓക്കെ, എന്നെ ആർക്കെങ്കിലും തടഞ്ഞു വെക്കാൻ പറ്റിയാൽ എന്നെ അറിയാവുന്നതോ അല്ലാത്തതോ ആർക്കായാലും ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാം അല്ലേ? റിട്ട് ഫയൽ ചെയ്യാം. എന്താണ് അങ്ങനെ കോടതി ചെന്ന് ചോദിച്ചു മതി. അതാണ് എൻഫോഴ്സബിൾ അല്ലെങ്കിൽ ജസ്റ്റിസബിൾ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ പ്രിയാമ്പിൾ നമുക്ക് എൻഫോഴ്സബിളും അല്ല ജസ്റ്റിസബിളും അല്ല. ഓക്കെ, കോടതി ചെന്ന് ചോദിച്ചു മേടിക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇത് അധികാരത്തിനുള്ള ആരുടെ നിയമസഭയ്ക്കുള്ള അധികാരവുമല്ല, അധികാരത്തിന് വിലങ്ങുതടിയുമല്ല, കോടതിയിൽ പോയി ചോദിച്ചു വാങ്ങിക്കാൻ പറ്റുന്ന കാര്യവുമല്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഈ പോർഷൻ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം, കാരണം ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ കൺഫ്യൂഷനോട് കൂടി ഇരുന്ന് ഈ എക്സാം ഹാളിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടില്ല. അതാണ് നമ്മളൊരു കാര്യം ഓർത്തിരിക്കുക, നമ്മൾ എപ്പോഴും ക്ലാരിറ്റി ഉണ്ടാവണം കേട്ടോ. ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയും. നമ്മൾ എക്സാം ഹാളിൽ കയറി കഴിയുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറയുമ്പോൾ ജഗദീഷ് മറ്റേ വണ്ടി നമ്പർ പറയുന്നൊരു സീനില്ലേ, 4817 അതോ 7817 എന്ന് പറയുന്ന സീനില്ലേ, അതുപോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിവൈസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ആ ക്ലാരിറ്റി ഉണ്ടാക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, ഓക്കെ, ഇത് ഇതിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു, ഇത് അമെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? അങ്ങനെ ചോദ്യം വരാൻ കാര്യം എന്താ? ഇത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമല്ല, എന്നാൽ ബേസിക് സ്ട്രക്ചറിൻ്റെ എലമെൻറ്റ്സ് ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ മാറ്റം വരുത്താൻ പറ്റുമോ? ഇതായിരുന്നു ചോദ്യം അല്ലേ? നമുക്ക് പരിശോധിക്കാം. അതിന് കേശവാനന്ദ ഭാരതി കേസ്. അപ്പോൾ ഈ കേശവാനന്ദ ഭാരതി കേസ് പറയുമ്പോൾ NA പൽക്കിവാല എന്ന പേര് മറന്നു പോരുത് കേട്ടോ. ഓക്കെ, നമ്മൾ പറഞ്ഞ പ്രിയാമ്പിൾ പാർട്ടാണ്. ഹെൻസ് ക്യാൻ ബി അമെൻഡഡ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. എങ്ങനെ? പ്രിയാമ്പിളിൻ്റെ, അതായത് പ്രിയാമ്പിളിൽ ബേസിക് സ്ട്രക്ചറിൻ്റെ എലമെൻറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ, കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അതിന് മാറ്റം വരുത്താതെ അമെൻഡ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ പറഞ്ഞു വെച്ചത് കൊണ്ട് തന്നെ അമെൻഡ്മെൻറ്റ് നടന്നു. നമ്മൾ കണ്ടു 73 കേശവാനന്ദ ഭാരതി കേസ് ഉണ്ടായത്. 76 അമെൻഡ്മെൻറ്റ് നടന്നു. നമ്മുടെ എമർജൻസിയുടെ സമയത്ത് അമെൻഡ്മെൻറ്റ് നടന്നു കേട്ടോ. അതാണ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് ആക്ട്. നമ്മൾ പൊളിറ്റി പഠിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് അറിയണം. ഇത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഒരു അമെൻഡ്മെൻ്റ് ആണ് കേട്ടോ. കാരണം വ്യാപകമായൊരു മാറ്റം ഭരണഘടനയിൽ ഉണ്ടായിട്ടുണ്ട് ഈ അമെൻഡ്മെൻറ്റ് വഴി. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ്, അത് വേറൊരു ക്ലാസ് ആയിട്ട് തന്നെ പറയേണ്ട കാര്യമുണ്ട്. ഓക്കെ, ഇതെങ്ങനെ സംഭവിച്ചു? അതായത് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി, ഈ സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി ആക്ച്വലി പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാൻ വേണ്ടി വന്ന കമ്മിറ്റി ഒന്നും അല്ല, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റി ആയിരുന്നു കേട്ടോ. 51 അല്ലേ, ആർട്ടിക്കിൾ 51 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി ആയിരുന്നു സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. ഈ സർദാർ എന്നുള്ളത്
ഓർത്തിരിക്കണം. എന്താണെന്ന കാര്യം വെച്ചാൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ LSTDSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മെയിൻസിനകത്ത് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ സ്വരൺ സിംഗ് എല്ലാ ഓപ്ഷൻ ABCDയിൽ സ്വരൺ സിംഗ് ഉണ്ട്, സർദാർ എന്ന് മാറ്റി സർദാർ ഉണ്ട്, വേറെ പല പേരുകളാക്കി ചോദ്യമുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വൽ പേരറിയാൻ നമുക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അത് മറക്കരുത്. സ്വരൺ സിംഗ് കമ്മിറ്റി. ഇനി ഈ സ്വരൺ സിംഗ് കമ്മിറ്റിയും സർക്കാരിയ കമ്മീഷനും മാറിപ്പോരുതേ. ഓക്കെ, സ്വരൺ സിംഗ് കമ്മിറ്റി അറിയാമല്ലോ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന് വേണ്ടി വന്നതാണ്. സർക്കാരിയ കമ്മീഷൻ എന്താണ്? സർക്കാരിയ കമ്മീഷൻ അത് 983 വന്നാണ്. ഇന്റർ സ്റ്റേറ്റ് കൗൺസിലാണ് കേട്ടോ. മാറിപ്പോലെ. ഓക്കെ, സ്വരൺ സിംഗ് കമ്മിറ്റിയും സർക്കാരിയ കമ്മീഷൻ മാറിപ്പോലെ. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? അമെൻഡ് ചെയ്യാൻ പറ്റുമോ? യെസ്, അമെൻഡ് ചെയ്തു. എപ്പോൾ അമെൻഡ് ചെയ്തു? 76 എമർജൻസി സമയത്ത് അമെൻഡ് ചെയ്തു. എങ്ങനെ അമെൻഡ് ചെയ്തു? സ്വരൺ സിംഗ് കമ്മിറ്റി റെക്കമെൻഡേഷൻ പ്രകാരം അമെൻഡ് ചെയ്തു. ഇനി അമെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിക്കിൾ 368 ഉപയോഗിച്ച് ഒരു മാറ്റം വരുത്തി. എന്തൊക്കെ മാറ്റം വരുത്തി നമുക്ക് നോക്കാം. നമ്മൾ കണ്ട സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഇൻ്റഗ്രിറ്റി നമ്മളെവിടെ കണ്ടേ? ഫ്രറ്റേണിറ്റിയിൽ. ഓക്കെ, ഈ 3 കാര്യം കൊണ്ടുവന്നു. ഓക്കെ, എങ്ങനെയാണ് കൊണ്ടുവന്ന് നോക്കണേ. സോഷ്യലിസ്റ്റ് ആൻഡ് സെക്കുലർ വെർ ആഡഡ് ബിറ്റ്വീൻ സോവറിൻ ആൻഡ് ഡെമോക്രാറ്റിക് അല്ലേ? നോക്കിക്കേ, ടെക്സ്റ്റ് എടുത്ത് നോക്കിക്കേ. നമ്മുടെ ടെക്സ്റ്റ് എവിടെയാ? ഇത് കണ്ടോ? സോഷ്യലിസ്റ്റ്, സെക്കുലർ കണ്ടോ? ഈ 2 കാര്യം കൊണ്ടുവന്നു. ഇനി ഇൻ്റഗ്രിറ്റി ഉണ്ടോ? ഈ 3 കാര്യമാണ് കൊണ്ടുവന്നത്. ഓക്കെ അല്ലേ? സ്വരൺ സിംഗ് കമ്മിറ്റി, സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി, മറന്നു പോകരുതേ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി യൂണിറ്റി ഓഫ് നേഷൻ എന്നുള്ളതായിരുന്നു യൂണിറ്റി ആൻഡ് ഇൻ്റഗ്രിറ്റി ആക്കിയത്. ഓക്കെ, അപ്പോൾ അമെൻഡ് ചെയ്യാൻ പറ്റുമെന്നായി, അങ്ങനെയൊക്കെ ആയി. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കൊണ്ട് നമ്മൾ പ്രിയാമ്പിൾ എന്താണെന്ന് പഠിച്ചു, എങ്ങനെ വന്നു എന്ന് പഠിച്ചു, എന്തുകൊണ്ട് വന്നു എന്ന് പഠിച്ചു, ആര് കൊണ്ടുവന്നു. ഇപ്പം നെഹ്റുവിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അങ്ങനെ പല കാര്യം പറഞ്ഞു. അതിൻ്റെ നേച്ചർ പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, ഡേറ്റുകൾ പറഞ്ഞു, ഭാഗമാണോ, ഭരണഘടനയുടെ ഭാഗമാണോ, അതുകൊണ്ട് തന്നെ അതിനെ അമെൻഡ് ചെയ്യാൻ പറ്റുമോ, ഇതെല്ലാം നമ്മൾ കണ്ടു. ഇനി ഇതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ ഈ കാണിച്ചിരുന്നത് അല്ലേ? പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ? അതെ, ആണ്. ഏത് കേസാണ്? കേശവാനന്ദ ഭാരതി കേസ് നമ്മൾ കണ്ടതാണ് അല്ലേ? പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ ആണോ? അല്ല, അതും കേശവാനന്ദ ഭാരതി കേസാണ്. എന്നാൽ ബേസിക് സ്ട്രക്ചറിന്റെ എലമെന്റ്സ് ഉണ്ട് കേട്ടോ, എലമെന്റ്സ് ഉണ്ട്, മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ എന്താണ്? അമെൻഡ് ചെയ്യാൻ പറ്റും അല്ലേ? അമെൻഡ് ചെയ്തു, കണ്ടു. 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് ആക്ട്, സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി ഒക്കെ നമ്മൾ കണ്ടു. ഇനി എൻഫോഴ്സബിൾ ബൈ കോർട്ട് ഓഫ് ലോ ആണോ? അല്ല. അതേത് കേസിലാ? വീണ്ടും കേശവാനന്ദ ഭാരതി കേസിൽ. എന്താണ്? ഞാൻ പറഞ്ഞു, മൗലിക അവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ എന്താണ്? നമുക്ക് കോടതിയിൽ പോയി മേടിക്കാം അല്ലേ? പക്ഷേ പ്രിയാമ്പിളിൽ ഒരു കാര്യം നടത്തിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് കോടതിയിൽ ചെല്ലാൻ പറ്റില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അമെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി സോഴ്സ് ഓഫ് പവർ ടു ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ അതിലൊരു കാര്യമുള്ളത് കൊണ്ട് നിയമം ഉണ്ടാക്കാം അല്ലെ? നിയമം ഉണ്ടാക്കുന്നത് നിയമസഭയല്ലേ? അപ്പോൾ പ്രിയാമ്പിളിൽ ഒരു കാര്യമുള്ളത് കൊണ്ട് നിയമം ഉണ്ടാക്കാം, അല്ലെ അത് വെച്ചിട്ട് നിയമം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് നിയമസഭയ്ക്ക് എടുക്കാൻ പറ്റില്ല. ഇതും പറഞ്ഞു. അപ്പോൾ കേശവാനന്ദ ഭാരതി കേസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കണ്ടല്ലോ അല്ലേ? ഇതിനൊരു ക്ലാരിറ്റിയും വന്നല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ കണ്ടു അല്ലേ? ഇനി ഈ ടോപ്പിക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എത്രത്തോളം ഫ്രീക്വൻസിയിൽ വരുന്നുണ്ട്, ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? ഓക്കെ, സിലബസിലുണ്ടെന്ന് നമ്മൾ കൊണ്ട് പഠിച്ചു, പക്ഷേ ക്വസ്റ്റ്യൻ അതും കൂടെ നോക്കിയാൽ ഒരു ക്ലാരിറ്റി ഫുൾഫിൽ ആവുള്ളൂ അല്ലേ? ഇപ്പോൾ ചോദ്യം, വിച്ച് ഈസ് കൺസിഡർഡ് ആസ് കീ ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, പ്രിയാമ്പിൾ. ഇത് ഡെപ്യൂട്ടി ടൗൺ പ്ലാനർ 2016 ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഓക്കെ, കീ ആണ് കണ്ടോ. ഹൂ പ്രപ്പോസ്ഡ് പ്രിയാമ്പിൾ ബിഫോർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി? ആരായിരിക്കും? നമ്മൾ പറഞ്ഞായിരുന്നു BN റാവു ആണ് ഇത് വേണമെന്ന് ആവശ്യപ്പെട്ടത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഇത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വഴി വെച്ച് പ്രപ്പോസ് ചെയ്താരാണ്? നെഹ്റു ആണ് കേട്ടോ. കണ്ടോ, അതേ ചോദ്യം തന്നെ വേറൊരു ഫോമിൽ നെഹ്റു. കണ്ടോ, ഇതൊക്കെ PYQ ആണ് കണ്ടോ. 2018, 2016 ആമുഖം എഴുതിയത് നെഹ്റു, 2023 കണ്ടോ
ഇതിങ്ങനെ റിപ്പീറ്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി കണ്ടോ, വീണ്ടും ചോദ്യം ഫാദർ. ഓക്കെ, ഇത് 2024 കണ്ടല്ലോ. അപ്പം ഞാൻ ഈ ഒരു കാര്യത്തിൽ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി, ഒരേ ചോദ്യമാണ് റെപ്പിറ്റേഷൻ. ഇത് സിമ്പിളാണെന്ന് തോന്നാം, പക്ഷേ ഞാൻ പറഞ്ഞു എക്സാം ഹാളിൽ BN റാവുവിൻ്റെ പേരും നെഹ്റുവിൻ്റെ പേരും ഒരുമിച്ച് വന്നാൽ കൺഫ്യൂഷൻ ആവരുത്. BN റാവു ആവശ്യപ്പെട്ടതേ ഉള്ളൂ, ബാക്കി പരിപാടി മുഴുവൻ നമ്മുടെ നെഹ്റു ആണ്. ഓക്കെ അല്ലേ? ഈ ഒരു മാർക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഒന്നെങ്കിൽ നമ്മൾ കട്ട് ഓഫിന് മുകളിൽ കയറാം. ഇനി മുകളിൽ കയറിയുകൊണ്ട് മാത്രം നമുക്കതുകൊണ്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വൈസ് വരത്തക്ക വിധത്തിലൊരു റാങ്കിലേക്ക് കയറാനും 1 മാർക്ക് ഉപകരിക്കപ്പെടും. ഓക്കെ, മനസ്സിലായല്ലോ? കാരണം ആ 1 മാർക്കിന് മുകളിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ അഡ്വൈസ് വന്ന് തീരുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് ആ 1 മാർക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ, നമ്മൾ ആലോചിക്കില്ലേ? അതുകൊണ്ട് ഒരു ചോദ്യം, ഞാൻ പഠിച്ച ഈ ഭാഗത്ത് നിന്ന് എനിക്കൊരു ചോദ്യം മിസ്സാവരുത് എന്ന വാശിയോടുകൂടി വേണം നമ്മൾ ഇരിക്കാൻ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. വേണ്ട, ആത്മാവ് നമ്മൾ മുന്നേ കണ്ടു, കീ ആണ്, ഹൊറോസ്കോപ്പാണ്, ഐഡന്റിറ്റി കാർഡാണ് അല്ലേ? ആത്മാവ്, ജീവൻ കണ്ടോ, മനസാക്ഷി, ഇതൊക്കെ എന്താണ്? പ്രിയാമ്പിൾ തന്നെയാണ്. ജാതകം, ഹൊറോസ്കോപ്പ്, ആരാണ് പറഞ്ഞത് ഹൊറോസ്കോപ്പാണെന്ന്? KM മുൻഷി. അദ്ദേഹം ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സബ് കമ്മിറ്റി മെമ്പർ ആയിരുന്നു. ഓക്കെ, കണ്ടോ, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? നെഹ്റു. ഡേറ്റ് ഓർക്കുന്നുണ്ടോ? ഡിസംബർ 13. ഏത് വർഷം? 1946. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി കണ്ടോ, നമ്മുടെ ചോദ്യം കണ്ടോ, റെപ്പിറ്റേഷൻ ആണ്. ഇനി അടുത്തൊരു ചോദ്യം, വ്യത്യസ്തമായൊരു ചോദ്യമാണ്. ദിസ് പ്രിയാമ്പിൾ എംബോഡീസ് വാട്ട് ഈസ് ദ ഡിസയർ ഓഫ് എവറി മെമ്പർ ഓഫ് ദ ഹൗസ് ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ഹാവ് ഇറ്റ്സ് റൂട്ട്സ്, ഇറ്റ്സ് അതോറിറ്റി. നമ്മൾ കണ്ടാണ് അല്ലേ, റൂട്ട്സ്, അതോറിറ്റി ആരാണ്? പീപ്പിൾ ആണ്, സോവറിനിറ്റി. ഹൂ സെഡ് ദിസ്? കണ്ടോ, ഇത് SIക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. കണ്ടോ, ഇതിൻ്റെ പ്രാധാന്യം കണ്ടോ? അംബേദ്കറാണ്. ഇത് ഞാൻ ഈ ചോദ്യം ഇടാൻ കാര്യം, നമ്മൾ ഇതായിട്ട് പഠിച്ചിട്ടില്ല, നമ്മൾ ടോപ്പിക്കിൽ ഇത് കണ്ടില്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, കണ്ടോ, റെപ്പറ്റീഷൻ. അടുത്ത ചോദ്യം. ഓക്കെ, ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. വീണ്ടും റെപ്പറ്റീഷൻ, കാലിഗ്രാഫ്ഡ്. ഇത് വേറൊരു ചോദ്യമാണ്. ഇത് നമ്മളിത് പഠിക്കുന്ന എവിടെയാണെന്ന് അറിയാമോ? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണുന്നതാണ്. എന്നാലും ഇത് പ്രിയാമ്പിളിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇവിടെ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഈ പേര് ഓർത്ത് വെച്ചാൽ പ്രേം ബിഹാരി നരൈൻ റൈസാദ. ഇദ്ദേഹമാണ് നമ്മുടെ ഭരണഘടന കാലിഗ്രാഫി, അതായത് എഴുതിയത്. നമ്മൾ കാണുന്ന ഫോമിൽ ബൈ ഹാൻഡ് എഴുതിയ ആളാണ് പ്രേം ബിഹാരി നരൈൻ റൈസാദ. ഓക്കെ, ഇന്റർപ്രിട്ടേഷൻ നമ്മൾ കണ്ടു. ഇന്റർപ്രിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ കേസ് ഏതായിരുന്നു? ഇന്റർപ്രിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ കേസുകൾ ഏതൊക്കെയായിരുന്നു? AK ഗോപാലൻ കേസ്, ബെറുബാറി യൂണിയൻ കേസ് അല്ലേ? ഈ കേസിൽ രണ്ടിലും ഇന്റർപ്രിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷേ എന്താണ്? ഭരണഘടനയുടെ ഭാഗമല്ല. ഓക്കെ അല്ലേ? ഇനി ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് ദി ഇൻഡിവിജ്വൽ വിച്ച് റിഫ്ലെക്ട്സ് എ മൈൻഡ് ആൻഡ് ഐഡിയൽസ്. കണ്ടോ, കീ ടു ദ മൈൻഡ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് അല്ലെ ഫ്രെയിമേഴ്സ്. കണ്ടോ, പ്രിയാമ്പിൾ. Okay, which one of the following is not a part of preamble of Indian Constitution? കണ്ടോ, ഒരു വ്യത്യസ്തമായ ചോദ്യമല്ലായിരുന്നോ? അപ്പൊ പ്രിയാമ്പിൾ എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് അതിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ അല്ലേ? കണ്ടോ, ഇതാണ് എലിമിനേഷൻ വർക്കാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഇതുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇത് ചോദ്യത്തിന് ഉത്തരമല്ല അല്ലേ? ഇതും ചോദ്യത്തിന് ഉത്തരമല്ല, ഇതുമല്ല. പിന്നെന്താണ്? ഫെഡറലിസം അല്ലേ? ഇതാണ് എലിമിനേഷൻ പരിപാടി കേട്ടോ. പിന്നെ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ജസ്റ്റിസ്, കണ്ടോ, വീണ്ടും അതേ ചോദ്യം, ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ ദ പ്രിയാമ്പിൾ. ഓക്കെ, പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഉണ്ടോ? ഉണ്ട്. സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടോ? ഉണ്ട്. എക്കണോമിക് ജസ്റ്റിസ് ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്? ഇത് മൂന്നും ഉണ്ട്. പിന്നെന്താണ്? നൺ ഓഫ് ദി അബവ് ആണ് ഉത്തരം. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് ഞാൻ ടിക്കറ്റ് എന്ന് കരുതി ഇത് ഈ ചോദ്യത്തിന്റെ ഉത്തരമല്ല. ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് കേട്ടോ. നമുക്ക് മാറിപ്പോരുത്. അങ്ങനെ ഒരു പ്രശ്നം എക്സാം ഹാളിൽ സംഭവിക്കാറുണ്ട്. ഈ നോട്ട് എന്ന കാര്യം ശ്രദ്ധിക്കണം. അത് നമുക്ക് ഉത്തരം അറിയാൻ മേലാഞ്ഞിട്ടല്ല, ചോദ്യം വായിക്കുന്ന ധൃതി കൊണ്ടോ ശ്രദ്ധയില്ലായ്മ കൊണ്ടോ ചിലപ്പോൾ ആവേശം കൊണ്ടോ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ അത് ഒന്ന് തിരുത്തുക. ഞാൻ പറഞ്ഞില്ലേ, 1 മാർക്കിന് വിലയുണ്ട്.
ഓക്കെ. പിന്നെ ആസ് പെർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ ടേം വി, കണ്ടോ നമ്മൾ എന്താ വിയെ കുറിച്ച് പറഞ്ഞ്, വി ദ പീപ്പിൾ അല്ലേ, മീൻസ് ഇന്ത്യൻ പീപ്പിൾ. എന്താണ്? പോപ്പുലർ സോവർണിറ്റി ആണ്, റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ് അല്ലേ. നമ്മുടെ ജനപ്രതിനിധികളെ ആരാണ്? നമ്മളാണ്. സോ ആരാണ് അധികാരികൾ? നമ്മൾ, മറക്കരുത്. ഓക്കെ. പിന്നെ ഫ്രറ്റേണിറ്റി ഇൻ ദ പ്രിയാമ്പിൾ ഈസ് പ്രൊപ്പോസ്ഡ് ബൈ. ഇതും ഒരു വ്യത്യസ്തമായ ചോദ്യമാണ് കേട്ടോ. ഫ്രറ്റേണിറ്റി എന്ന വേർഡ് പ്രിയാമ്പിൾ ഉൾപ്പെടുത്തണമെന്ന്, അതായത് നമ്മൾ പറഞ്ഞു ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി, യൂണിയൻ ഓഫ് ടെർണിറ്റി ആണ് ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നാണ്. പക്ഷേ ഈ ഫ്രറ്റേണിറ്റി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞത് അംബേദ്കറാണ്. BR അംബേദ്കർ ആണ്. ഓക്കെ, അത് മാറിപ്പോരുത്. അത് ഒരു സ്പെഷ്യൽ ചോദ്യമാണ് കേട്ടല്ലോ. പിന്നെ which among the following word was added to preamble of Indian Constitution by 42nd? ഓക്കെ, 42nd Amendment Act എന്ന് കാണുമ്പോഴേ മനസ്സിൽ വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഏത് വർഷം? 1976. ഏത് കമ്മിറ്റി? സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വരണം. ഓക്കെ അല്ലേ? സോഷ്യലിസം, ഈ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി, 3 കാര്യമാണ് വന്നത് കേട്ടോ. ഈ 3 കാര്യത്തിൽ സോഷ്യലിസം മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് അത് ഉത്തരമായത് കേട്ടല്ലോ. ഇത് കണ്ടോ, 2023 ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 1 ചോദ്യമാണ്. ഓക്കെ. ഇനി വാട്ട് ഡസ് ദ ഫ്രേസ് പ്രിയാമ്പിൾ ഈസ് നെയ്തർ എ സോഴ്സ് ഓഫ് പവർ ടു ലെജിസ്ലേച്ചർ നോർ എ റെസ്ട്രിക്ഷൻ ഓൺ ദ ലെജിസ്ലേച്ചേഴ്സ് പവർ എസെൻഷ്യലി സിഗ്നിഫൈ എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, ഇത് 2024 ചോദിച്ച ചോദ്യമാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു ഗൈഡിങ് ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ കീ ടു ദ മൈൻഡ്സ് ഓഫ് ഫ്രെയിമേഴ്സ്. പിന്നെ അല്ലെങ്കിൽ എന്താ? ഇന്റർപ്രറ്റ് ചെയ്യാം. അവരുടെ മനസ്സിൽ എന്തായിരുന്നു എന്ന് വെച്ച് ഇന്റർപ്രറ്റ് ചെയ്യാം എന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്നുള്ളത് നമ്മളിവിടെ ഓർത്തിരിക്കണം. കണ്ടോ? ഓക്കെ അല്ലേ? കണ്ടോ, നമ്മൾ പഠിച്ചതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ, അല്ലാത്ത 1-2 ചോദ്യങ്ങളേ ഉള്ളൂ. അത് ഞാൻ എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാറിപ്പോലെ കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ റോങ് അബൌട്ട് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ. കണ്ടോ, നമ്മൾ മുന്നേ പറഞ്ഞ കേസ് റോങ് ആണ് ചോദിച്ചിരിക്കുന്നത്, ഉത്തരമല്ല, റോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോട്ടിന് പകരമാണ് റോങ്. അത് ചോദിക്കാം, ട്രൂ ഓർ റോങ്. ഓക്കെ, കണ്ടോ എന്താണ്? സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് വരെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ? അല്ല. സോവറിൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആണോ? റിപ്പബ്ലിക് അവിടെ ഉണ്ടായിരുന്നല്ലേ. ഇനി സോവറിൻ സെക്കുലർ റിപ്പബ്ലിക് ഇതാണോ? അല്ല. അപ്പൊ നമ്മുടെ ചോദ്യം എന്താ? റോങ് ഏതാന്ന് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അതെന്താണ്? സോവറിൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് വേർ ആഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് തെറ്റാണ് അല്ലേ? അത് തെറ്റാണ്. ഇനി മൂന്നാമത്തേതോ? സോവറിൻ സെക്കുലർ റിപ്പബ്ലിക് ആഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതും തെറ്റാണ്. ഈ ചോദ്യത്തിന് അതെന്താ പ്രശ്നമുണ്ടല്ലോ. ഒരു സെക്കൻഡ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് റോങ്. സോഷ്യലിസ്റ്റ് സെക്കുലർ അത് ആക്ച്വലി 3 തെറ്റാണ് കേട്ടോ. നമ്മൾ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഇന്റഗ്രിറ്റി, ഈ സോഷ്യലിസ്റ്റ് സെക്കുലർ ഇന്റഗ്രിറ്റി, ഇത് ഇന്റഗ്രിറ്റി. ഓക്കെ, ഇന്റഗ്രിറ്റി എന്നൊരു ടേം ഈ 3-നകത്തും ഇല്ല. അപ്പോൾ 42ാമത്തെ അമെൻഡ്മെന്റ് വഴി ആക്ട് കൊണ്ടുവന്ന അത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഓക്കെ, ഇത് 3 അല്ല, തെറ്റാണ് ചോദിക്കുക. അപ്പം ഉത്തരം ഇതാണ്. ഓക്കെ അല്ലേ? ഇത് 3 തെറ്റാണ്. റോങ് അബൌട്ട് 42nd. ഓക്കെ അല്ലേ? ക്ലാരിറ്റി വന്നോ? ചോദ്യം ഇത്രേ ഉള്ളൂ. 42nd അമെൻഡ്മെന്റിനെ കുറിച്ച് എന്താണ് തെറ്റായിട്ടുള്ളത്? ഇത് 3 തെറ്റാണ്. കാരണം എന്താണ്? 42nd അമെൻഡ്മെന്റ് ആക്ട് വഴി കൊണ്ടുവന്നത് സോഷ്യലിസ്റ്റ് സെക്കുലർ ഇന്റഗ്രിറ്റി 3 അത് 3 കൂടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഉത്തരം D ആണ്. ഓക്കെ, അത് തെറ്റ് പറ്റിയതാണ്, ക്ഷമിക്കുക. ഇനി അടുത്തൊരു വെറൈറ്റി ചോദ്യമാണ്, സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ് കേട്ടോ. ഇനി
അതായത് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കാം. 42ാമത്തെ അമെൻഡ്മെൻറ്റ് ആണ് സോഷ്യലിസ്റ്റ് സെക്യുലർ ടു ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ശരിയാണോ? ആലോചിക്കുക, ശരിയാണോ? ശരിയാണ്. ഓക്കെ, ഇനി 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് ആക്ട് ആണ് ഇന്റഗ്രിറ്റി ടു ദ പ്രിയാമ്പിൾ ഓഫ് കോൺ. ഓക്കെ, ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ ചോദ്യം വായിച്ചു നോക്കിയേ, ബോത്ത് ആർ കറക്റ്റ്. കണ്ടോ, ഇങ്ങനെയും ചോദ്യം വരാം. ചോദ്യത്തിൻ്റെ ലെവൽ മാറും. ഓക്കെ അല്ലേ? ചോദ്യത്തിൻ്റെ ലെവലുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ടോപ്പിക് അത് തന്നെ കുഴപ്പിക്കും, കൺഫ്യൂഷൻ ആക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, അതായിരിക്കണം. എന്താണ്? ക്ലാരിറ്റി കുറവുണ്ടാവരുത്. ഞാൻ പഠിച്ച ടോപ്പിക്കിൽ നിന്നുള്ള ഉത്തരം എനിക്കറിയണം, ഞാനത് ശരിയാക്കും എന്ന വാശിയോടുകൂടി എക്സാം ഹാളിൽ പ്രവേശിക്കുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്ന് ഇന്ത്യയുടെ പ്രിയാമ്പിൾ എന്താണെന്ന് കണ്ടു. എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ മാക്സിമം എഫേർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിക്കാം. ഓക്കെ, താങ്ക് യു.